2026 വിഷു വർഷഫലം. ഉത്രാടം നക്ഷത്രക്കാർക്ക് പൊതുവിൽ ഈ 2026 വിഷു എന്ന് പറയുന്ന വിഷുഫലം അനുസരിച്ച് പൊതുവായിട്ട് പറഞ്ഞാൽ ശനിയുടെ മാറ്റവും വ്യാഴത്തിൻ്റെ ഗോചരവും ഇവർക്ക് ഗുണം ചെയ്യുന്നതാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ കുറച്ച് ടൈറ്റും കുറച്ച് പിടുത്തമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും പൊതുവായിട്ട് അതൊക്കെ ഒന്ന് മാറി നിങ്ങളുടെ കാലം തെളിയുന്നതാണ്. സാമ്പത്തിക സ്ഥിരതയില്ലായ്മയൊക്കെ ഉണ്ടാകുന്ന കാലമായിരുന്നു ഇതുവരെയെങ്കിലും അതൊക്കെ ഒന്ന് മാറി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതുവരെ ഉണ്ടായിരുന്ന കടബാധ്യതകളൊക്കെ പൂർണ്ണമായിട്ടല്ലെങ്കിൽ പോലും ഒരു 99% മാറ്റാനൊക്കെ ആയിട്ട് സാധിക്കുന്ന ഒരു വർഷമാണ്. നേരത്തെ ഉണ്ടായിരുന്ന മെൻ്റൽ സ്ട്രെസ്സ്, അതുപോലെ തന്നെ ഉണ്ടായിരുന്ന തൊഴിലിലുണ്ടായിരുന്ന സ്ട്രെസ്സുകളൊക്കെ കുറയുന്നതാണ്. പ്രത്യേകിച്ച് ഈ വർഷം തീർച്ചയായിട്ടും പുതിയ തൊഴിലവസരങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭ്യമാകുന്നതാണ്. പുതിയ തൊഴിലിലൊക്കെ പ്രവേശിക്കാവുന്നതാണ്. വിശ്വസ്തമായ പല വഴികളും തുറന്നു കിട്ടുന്നതാണ് നിങ്ങളുടെ മുന്നിൽ. ആ വിശ്വസ്തമായ വഴികൾ തുറന്നു കിട്ടുന്നതിനോടൊപ്പം തന്നെ അതിലൂടെ നിങ്ങൾക്ക് ആദായവും സാമ്പത്തിക നേട്ടവും കൈവരിക്കാൻ കഴിയുന്നതാണ്. നിങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടി അതിനെ കണ്ടുകൊണ്ട് കർമ്മരംഗത്ത് മുന്നോട്ട് പോയാൽ ധാരാളം നേട്ടങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കാൻ കഴിയും. ശക്തമായൊരു ബിസിനസ് രംഗത്ത് പല മാറ്റങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഉത്തരവാദിത്തങ്ങൾ കുടുംബത്തിലായാലും അതുപോലെ കർമ്മരംഗത്തായാലും വർദ്ധിക്കുന്നതാണ്. വ്യാപാര വ്യവസായികൾ ഏപ്രിൽ മുതൽ സാമ്പത്തിക കാര്യങ്ങളിൽ ഉയർച്ച അനുഭവപ്പെടുകയും അതുപോലെ തന്നെ ചിലവുകളും വർദ്ധിക്കുന്ന ഒരു കാലം. സാമ്പത്തിക വ്യയം നല്ലതുപോലെ വന്നു ഭവിക്കുന്നതാണ്. അതുകൊണ്ട് ഈ വർഷാവസാനം നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ സാമ്പത്തിക ബാധ്യത വരാതിരിക്കാൻ പ്രത്യേകം നോക്കുക. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പല എതിർപ്പുകളും പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട് ബിസിനസ്സുകാർക്ക്. അതുകൊണ്ട് അതിനെയൊക്കെ നിങ്ങൾ ഒരു പരിധിവരെ മാറ്റിവെക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും. കലാരംഗത്തുള്ള ആളുകൾക്കാണെങ്കിലും സിനിമാ നാടക രംഗത്തുള്ളവർക്കാണെങ്കിൽ പുരസ്കാര ലബ്ധി, അംഗീകാരം, പ്രശസ്തി ഇവയൊക്കെ ലഭിക്കുന്നതാണ്. പുണ്യതീർത്ഥ യാത്രകളൊക്കെ ചെയ്യാൻ അവസരങ്ങൾ വരുന്നുണ്ട്. പുണ്യതീർത്ഥ യാത്രകൾ കുടുംബസമേതം ചെയ്യാനായിട്ട് യോഗം കാണുന്നുണ്ട്. കോടതി കേസ് ഇങ്ങനെയുള്ള വ്യവഹാരങ്ങളൊക്കെ ഉള്ളവർക്ക് അതിൽ വിജയം കൈവരുന്നതാണ്. നിങ്ങളുടെ ബന്ധുക്കളുമായിട്ടുള്ള സഹായത്തോടുകൂടി, ബന്ധുമിത്രാദികളുടെ സഹായത്തോടുകൂടി പല കാര്യങ്ങളും നേരത്തെ ചെയ്തു വച്ചിട്ടുണ്ടെങ്കിലും അവരുമായിട്ട് ഇപ്പോൾ ഒരു ചെറിയ ഒരു കലഹത്തിനോ അവരുടെ അപ്രീതിക്കോ ഒക്കെ കാര്യങ്ങൾക്കൊക്കെ വഴിവെക്കുന്ന പല കാര്യങ്ങളും സംസാരങ്ങളും ഒക്കെ വന്നു ചേരാം. അതുകൊണ്ട് ബന്ധുമിത്രാദികളുമായിട്ടുള്ള ആ ഒരു അകൽച്ച നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. സാമ്പത്തികമായും ശാരീരികമായിട്ടും മാനസികമായിട്ടും സമാധാനം കൈവരിക്കാനായിട്ട് ശനിയാഴ്ച ദിവസം ശാസ്താവിന് വഴിപാട്, അതുപോലെ എള്ള് പായസം വഴിപാട് കഴിക്കുന്നതും നീല ശംഖുപുഷ്പം കൊണ്ട് അർച്ചന ചെയ്യുന്നതും അതുപോലെ തന്നെ നീരാഞ്ജനം നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങളായിട്ട് തന്നെ പോയിട്ട് നീരാഞ്ജനം സമർപ്പിക്കുന്നതും ഒക്കെ നന്നായിരിക്കും.